എന്താ എന്താ ഇവിടെ പ്രശ്നം ഉണ്ടായത്? അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. അവന്റെ തിയേറ്റർ ഫേമസ് എങ്ങനെയാ? ഇവിടെ തിയേറ്ററിൽ തുടങ്ങിയ ആരാണ്? എന്തൊക്കെ സംഭവം 5-6 കൊല്ലം പാട്ടയും ചുരണ്ടി ഇവിടെ ഇരുന്നില്ലേ? ഈ കൃഷ്ണൻ വന്ന ശേഷമാണ് ഈ വലിയ കെട്ടിടവും കോപ്പും ഒക്കെ ഉണ്ടായത്. ഇപ്പൊ നീ വക്കീലായിട്ട് എന്നോട് വാദിക്കണുണ്ടല്ലോ, അതിനുള്ള കഴിവുണ്ടാക്കിയത് ഇന്റെ വേർപ്പാ. നിനക്കെല്ലാം ഉണ്ടാവും, ദൈവം തരും. വന്ന വഴി മറക്കരുത്. ആരാട്ടനെ ആർക്കും വേണ്ട. ആരാട്ടൻ ഭ്രാന്തനാണ്. ഞാനതല്ലാന്ന് എനിക്ക് തെളിയിക്കണം. സത്യം അവള് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എങ്ങനെ തെളിയിക്കും? ഞാൻ ഭ്രാന്തനായി കണ്ട ഭ്രാന്തന്മാരുടെ റിവ്യൂഡ് കയറുന്നതാണ്. നന്ദിട്ടോ ലാറി, നന്ദിട്ടോ ജനക. പാവം, അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത്. അവൻ കരയണം, എന്നാലേ അവനൊക്കെ പഠിക്കൂ. കണ്ട ഭ്രാന്തന്മാരുടെ റിവ്യൂഡ് കയറുന്നതാണ്. ഞാൻ ഇങ്ങോട്ടേക്കില്ല, ഇനി വന്നിട്ടില്ല. കഴിഞ്ഞു ഈ ജന്മത്തിലെ ബന്ധങ്ങൾ മുഴുവൻ. ഇവന്റെ തേർഡ് തിയേറ്ററിലേക്ക് ആർക്ക് വരണം? നമ്മളില്ലേ ഭ്രാന്തന്മാരുടെ റിവ്യൂഡ് കയറുന്നത്. ഇവിടെ തിയേറ്റർ റിവ്യൂ തുടങ്ങിയാണ്. ഞാൻ ഓൺലൈൻ മീഡിയ പൊങ്ങിയ എന്തിലൂടെയാണ്, തിയേറ്റർ ഫേമസ് ആയിട്ട് എന്തിലൂടെയാണ്. അവൻ വളർത്തിയ മണ്ണില നീയൊക്കെ ജീവിക്കണം. എന്നിട്ട് ഇപ്പൊ എന്നെ വേണ്ട, ഞാൻ ഭ്രാന്തനായി. കണ്ട ഭ്രാന്തന്മാരുടെ റിവ്യൂ എടുക്കേണ്ടതാണ്. ഇനി ആ ലക്ഷണം കണ്ട വാക്ക് നീ കടിച്ചു തൂങ്ങാതെ പ്ലീസ്. ഒരു നിമിഷം ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു പോയി. ഞാൻ വരില്ല, നീ ഇങ്ങോട്ടില്ല. അതുകൊണ്ട് വിട ചൊല്ലുവാനായി മാത്രം പോയി കുട്ടിച്ചായ, പോയി. ഈ വീട്ടിലെ രാജകുമാരി പോയി. 2 hours later. ചേട്ടത്തിയേ, പാപ്പ ഇങ്ങെത്തി. ചേട്ടത്തിയേ.